നമസ്കാരം. മറ്റ് പാർട്ടികളിലെ 100-ലേറെ നേതാക്കളെ മറുകണ്ഠം ചാടിച്ച് ബി.ജെ.പിയിലെത്തിക്കാനാണ് പാർട്ടി നേതൃത്വം ലക്ഷ്യമിട്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുതൽ ഇതിനുള്ള ചർച്ചകൾ പല വഴികളിലൂടെ നടന്നു. അതത് പാർട്ടികളിലും മുന്നണികളിലും അസംതൃപ്തരായവരോടാണ് കൂടുതലും സംസാരിച്ചത്. മുതിർന്ന ചില കേരള കോൺഗ്രസ് നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. CPM, CPI കക്ഷികളിൽ നിന്ന് നടപടി നേരിട്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രകാശ് ജാവ്ദേക്കർ ബന്ധപ്പെട്ടതായാണ് വിവരം. മുൻ MLA S. രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച ഇപ്രകാരമാണ് നടന്നത്. BJP സംസ്ഥാന നേതൃത്വം അറിയാതെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിമാർ നേരത്തെയും ഇത്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഗവർണറായി പോയ ഒരു മുൻ പ്രഭാരി കേരളത്തിൽ BJP പിന്തുണയോടെ ഒരു ക്രൈസ്തവ പാർട്ടി രൂപവൽക്കരിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്തിരുന്നു. ക്രൈസ്തവ സഭകളുമായുള്ള ചർച്ചകൾക്കും ഇദ്ദേഹം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നേതാക്കളെയാണ് ഉപയോഗിച്ചത്. അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ എന്നിവരുടെ പാർട്ടി പ്രവേശനം BJP സംസ്ഥാന നേതൃത്വം അവസാനമാണ് അറിഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കർ തങ്ങളെ ഉൾപ്പെടുത്താതെ നടത്തിയ ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരത്തെ തന്നെ അമർഷമുണ്ടായിരുന്നു. EP വിവാദത്തിൽ പാർട്ടി നേതാക്കളിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ BJPയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ട്. CPM നേതാവ് EP ജയരാജന്റെ BJP പ്രവേശനത്തിന് ദലാൽ നന്ദകുമാർ പണം ചോദിച്ചെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ അവമതിപ്പ് ഉണ്ടാക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. പണം നൽകി മറ്റു പാർട്ടികളുടെ നേതാക്കളെ BJP മറുകണ്ഠം ചാടിക്കുന്നുവെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം നേരിടുന്ന സമയത്തു തന്നെ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായതാണ് കാരണം. രഹസ്യമായി നടത്തുന്ന ചർച്ചകളെ പറ്റി പുറത്തു പറഞ്ഞത് ഇനിയുള്ള ചർച്ചകളെ ബാധിക്കുമെന്ന് മുതിർന്ന BJP നേതാവ് പറയുന്നു. നേതാക്കളുടെ വിശ്വാസ്യതയെ ഇത്തരം വെളിപ്പെടുത്തലുകൾ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജയരാജൻ ജാവ്ദേക്കർ ചർച്ച സ്ഥിരീകരിച്ച സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ നടപടി അസ്ഥാനത്താണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. നന്ദി.